കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാഹൂം പ്രവാചകൻ എഴുതിയ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: നദികളുടെ ചീപ്പുകൾ തുറക്കുന്നു, രാജമന്ദിരം അഴിഞ്ഞു പോകുന്നു, അത് നിർണയിച്ചിരിക്കുന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കൾ, ഒരു മഹാ അഴിവിനെക്കുറിച്ച് ഇവിടെ കാണുകയാണ്. അപ്പോൾ നദികളുടെ ചീപ്പുകൾ ഇളകിപ്പോകുന്നു എന്ന്. അപ്പോൾ ഒരു അഴിവിൻ്റെ കാലത്തിനെക്കുറിച്ച്, ഒരു നദീതീരത്തിലിരിക്കുന്ന ഒരു വീടിനെക്കുറിച്ച്, മന്ദിരത്തിനെക്കുറിച്ച് ഇവിടെ പറയുന്നു. പ്രിയ ദൈവ പൈതലെ, ഇടയ്ക്ക് നമ്മൾ ഒരു നദിയിൽ വെള്ളം കയറി നാം എല്ലാം യൂട്യൂബിലെല്ലാം കണ്ടതാണ്. നദീതീരത്തിലിരുന്ന വെള്ളം, ഈ വീടുകളൊക്കെ അങ്ങനെ വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന കാഴ്ച. പക്ഷേ അതുപോലെ എന്ന് പറഞ്ഞാൽ, അതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ പെരുവെള്ളം വന്ന് ആ ഒരു ഉറപ്പുള്ളതെന്ന് നമ്മുടെ ജീവിതത്തിൽ നാം വിചാരിച്ച് നമുക്കുള്ളതെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നതൊക്കെ ഒരു ദിവസം ഒരു അഴിവിലേക്ക് ഒഴിഞ്ഞു പോകുമെന്ന് ഇവിടെ പറയുകയാണ്. അപ്പോൾ ഈ 2-ാമത്തെ അധ്യായം 1-ാമത്തെ 2-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, ഈ അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. യഹോവ യാക്കോബിൻ്റെ മഹിമയെ ഇസ്രായേലിൻ്റെ മഹിമയെപ്പോലെ യഥാസ്ഥാനത്തേക്ക് പിടിച്ചു പറിക്കാൻ പിടിച്ച് പറിച്ചവരോട് അവരുടെ മുന്തിരിവള്ളികളെ നശിപ്പിച്ച് കളഞ്ഞുവല്ലോ എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, അപ്പോൾ ഒരു സംഹാരകൻ കയറി വന്ന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആ ഒരു നദീതീരത്ത് ഒരു വെള്ളം വരുമ്പോൾ നദീതീരത്തിലുള്ള ആ ഒരു കെട്ടിടങ്ങൾ ആ ഒരു നദിയിൽ ഒലിഞ്ഞു പോകുന്നത് പോലെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകാതിരിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും കോട്ട കാത്തുകൊള്ളണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ നാം കാത്തുകൊള്ളണം. പ്രാർത്ഥനയിൽ നാം അരമുറുക്കി നാം ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കണം. അല്ലെങ്കിൽ ഒരു ദിവസം വെള്ളം വന്ന് ഈ നദീതീരത്തിലിരിക്കുന്ന ആ ഒരു മന്ദിരങ്ങളെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നത് പോലെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന സമ്പത്തുകൾ, അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ സുഖം, ആരോഗ്യം എല്ലാം ഒരു ദിവസം ഒലിഞ്ഞു പോകും, കാണാതെ പോകും, അല്ലെങ്കിൽ നശിച്ചു പോകുമെന്ന് വചനം പറയുന്നു. പ്രിയ ദൈവപൈതൽ, അതുകൊണ്ട് പ്രാർത്ഥനയിൽ ജാഗരിച്ചിരിപ്പാനും എപ്പോഴും ദൈവസന്നിധിയിൽ ഉറച്ചിരിപ്പാനും ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കുക. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെപ്പോഴും കർത്താവെ അങ്ങയിൽ ആശ്രയിച്ച് അങ്ങയിൽ തന്നെ ഉറച്ച് ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോക യാത്രയിൽ കർത്താവെ, ഞങ്ങൾ കർത്താവെ പെട്ടെന്ന് വരുന്ന വെള്ളം കർത്താവെ അതിൻ്റെ ആ ഒരു നദീതീരത്തിലിരിക്കുന്ന കെട്ടിടങ്ങളെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളെ വലിച്ചിഴച്ച് കൊണ്ടുപോകാതിരിപ്പാൻ കർത്താവെ ഞങ്ങൾ അങ്ങയുടെ രക്തം കൊണ്ട് മുദ്രയിട്ട് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വഴികളിലെല്ലാം അങ്ങയുടെ ദൂതന്മാരയച്ച് കാത്തുകൊള്ളണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.